പുതിയൊരു വെസ്റ്റേൺ മിനി സീരീസ് പുറത്തു വന്നു നെറ്റ്ഫ്ലിക്സിലൂടെ, അമേരിക്കൻ പ്രീമിയർ. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി സ്റ്റഫായിട്ട് തോന്നി. ഒരു 6 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ, ഒരു റിട്ടേണിങ് സീസണുകളൊന്നുമില്ല. ഇതിനു മുമ്പ് നെറ്റ്ഫ്ലിക്സിൽ തന്നെ ഗോഡ്ലെസ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, അത് ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അതും ഇതേപോലെ നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വെസ്റ്റേൺ സീരീസ് ആയിരുന്നു. ഇതും ഒരു 1850s ആ ഒരു ടൈമിലാണ് ഇതിൻ്റെ കഥ പറയുന്നത്. ആ ഒരു റെഡ് ഇന്ത്യൻസും വൈറ്റ്സും തമ്മിലുള്ള ഒരു ക്ലാഷൊക്കെ ഉള്ള ആ ഒരു ടൈം പീരീഡ്. നമ്മുടെ RDR2 ഇല്ല, റെഡ് ഡെഡ് റിഡംപ്ഷൻ, അതിൻ്റെ ആ ഒരു വൈബൊക്കെ കിട്ടും ചില സമയത്തൊക്കെ. എന്നാൽ അത്ര ഫുൾ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുമില്ല. അവിടെ ഒക്കെ ആയിട്ട് ചെറിയ കുറച്ച് പോരായ്മകളും സ്റ്റോറി ലൈനിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ ഇതിൻ്റെ മേക്കിങ്ങും ക്യാരക്ടറൈസേഷനും ഇതിൻ്റെ ഒരു പോക്കൊക്കെ നല്ല രസമാണ്. ഒറ്റ സ്റ്റോറി ലൈനല്ല ഇത്, പല അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള കുറേ സബ്പ്ലോട്ടുകളുണ്ട് ഈ സീരീസിൽ. പക്ഷേ എല്ലാം തന്നെ ഇൻ്റർലിങ്ക്ഡ് ആണ്. ഒന്നില്ലെങ്കിൽ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ മറ്റൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ വേറൊരു ക്യാരക്ടറായിട്ട് ആ ഒരു ഒരേ ഏരിയയിലാണ് ഇതൊക്കെ നടക്കുന്നത്. സോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറ്റ് ടൈമിൽ അല്ലെങ്കിൽ അവസാനം വന്ന് ക്ലാഷ് ആവുന്നല്ല, ഇതിൻ്റെ സ്റ്റോറി ലൈൻ്റെ ഇടയിൽ കൂടെ അവിടെ ഇടയ്ക്ക് ആയിട്ട് ഇൻ്റർലിങ്ക് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ വെച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ കഥ തുടക്കം തന്നെ നല്ല രസത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രീമിയസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ്. സോ ഒരു സ്ത്രീക്കും അവരുടെ കുട്ടിക്കും തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകണം. ആൾ കുറച്ച് ദൂരെയുള്ള വേറൊരു സ്ഥലത്താണ്. സോ ഈ പോകുന്ന വഴി കുറേ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറേ ട്രൈബ്സ് ഉണ്ട്, കുറേ ബാൻഡിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ കൊള്ളക്കാരുണ്ട്. ഇവരെല്ലാവരുടെ ഇടയിൽ കൂടെ വേണം പോകാൻ. അത് പക്ഷേ നമ്മൾ ഈ ഗെയിമിൽ ചെക്ക് പോയിന്റ് വെച്ച് പോകുന്ന ആ ഒരു സെറ്റപ്പ് ഒന്നല്ല. അവർക്ക് തമ്മിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. സോ അല്ലെങ്കിൽ ആ ഒരു ലാൻഡും അതിനിടയിൽ കുറേ പൊളിറ്റിക്സ് ഉണ്ട്, അതൊക്കെ ചർച്ച ചെയ്തിട്ടാണ് ഈ സാധനം പോവുക. സോ ഇങ്ങനെ ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു എസ്കോർട്ടായിട്ടുള്ള ഒരു ക്യാരക്ടർ വരും, നമ്മുടെ മെയിൻ പ്രോട്ടോഗണിസ്റ്റ് ക്യാരക്ടർ. സോ ഇവരുടെ ഒരു സപ്പോർട്ട് നടക്കുന്നുണ്ട്. ഇവർ പോകുന്ന വഴി ചെറിയ കുറച്ച് കാര്യങ്ങൾ നടക്കും. അതിൽ നിന്ന് വേറൊരു ക്യാരക്ടർ, ഒരു റെഡ് ഇന്ത്യൻ സബ്ജക്റ്റ് പോകുന്നൊരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിൻ്റെ ഒരു ഭർത്താവുണ്ട്. ആ ഒരു ക്യാരക്ടർ വേറെ രീതിയിൽ കൂടെ അല്ലെങ്കിൽ വേറെ സ്റ്റോറി അല്ലെങ്കിൽ ഇങ്ങനെ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ പ്രത്യേകിച്ച് ബന്ധമില്ല എന്ന രീതിയിലുള്ള കുറേ സപ്ലോട്ടുകൾ അവരെ വെച്ചിട്ടാണ് ഈ സീരീസ് ഇങ്ങനെ മുഴുവൻ നടക്കുക. സോ നമ്മളിപ്പോൾ ചില ഗെയിമുകളൊക്കെ നമുക്ക് കാണുന്ന പോലെ തന്നെ ഒരു സാധനം തന്നെ നമുക്ക് കണ്ടിരുന്ന് നമുക്ക് ബോറടിക്കും. പക്ഷെ അതുപോലെ അല്ലാതെ ഇതിൽ പല സപ്ലോട്ടുകൾ വെച്ച് അവരുടെ ഒക്കെ ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ കുറേ സ്റ്റോറി ലൈൻ, എന്നാൽ ഇതെല്ലാം തന്നെ മെയിൻ സ്റ്റോറി ലൈനാണ് എന്ന രീതിയിൽ പോകുന്നതുകൊണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന റൈറ്റായിട്ട് തോന്നി ഇതിൻ്റെ സ്റ്റോറി ലൈൻ. അതിൻ്റെ ഇതിൽ മേക്കിംഗ് നല്ല രസമുണ്ട്. കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള സിനിമാറ്റിക് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണ ഇത്തരത്തിലുള്ള വെസ്റ്റേൺ സിനിമകളും സീരീസുകളൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ട്രഡീഷണൽ ടെക്നിക്ക് ഉണ്ടല്ലോ, ആ രീതിക്കായിരിക്കും എടുക്കുക, ആ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ മൊത്തത്തിൽ കവർ ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇതിലങ്ങനെയല്ല. ചിലപ്പോൾ ചില വൺ ഷോട്ടുകളുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ ഒരു വൺ ഷോട്ട് ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ എനിക്ക് ഈ സീരീസ് തന്നെ കുറച്ചും ഹുക്കായത്. കാരണം ഇനീഷ്യലി ഈ ഒരു ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര ഡിസ്റ്റൻ്റ് ആയിരുന്നു, ഭയങ്കര ദൂരെയായിരുന്നു. എനിക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ മെല്ലെ ടൈം എടുത്തിട്ടാണ് ആ ഒരു ക്യാരക്ടർ ഇൻട്രസ്റ്റും നമുക്ക് ആ ഒരു ക്യാരക്ടറിനോടൊക്കെ ഒരു അടുപ്പൊക്കെ തോന്നുക. ഇതിൻ്റെ എൻഡിങ്ങൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നുമല്ല. നമ്മളിപ്പോൾ ടിപ്പിക്കലി ഒരു ഹാപ്പി എൻഡിങ് എന്ന് വിചാരിക്കുന്ന സമയത്ത് ഇതിൽ അങ്ങനെയല്ല. അവിടെ എങ്ങനെയാണോ നടക്കുക, എങ്ങനെയാണോ ശരിക്കും റിയലായിട്ട് ഉണ്ടാവുക, ആ ഒരു ടൈം പീരീഡിലുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ കാണിക്കുന്നുണ്ട്. ഭയങ്കര വയലൻ്റ് ആണ്, ഒരു 18+ കണ്ടന്റ് ആണെന്ന് തോന്നുന്നു പറയാം. ഇത് ന്യൂഡിറ്റിയോ അങ്ങനത്തെ മറ്റു കാര്യങ്ങൾ കൊണ്ടല്ല, വയലൻസ് കൊണ്ടാണ്. പക്ക പീക്ക് വയലൻസുകളാണ് ഇതിൽ കാണിക്കുക. കൊലപാതകങ്ങൾ തന്നെ ഫുള്ള്. ഇനീഷ്യലി ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ക്യാരക്ടേഴ്സിനോട് നമുക്ക് വലിയ അറ്റാച്ച്മെന്റ് വരില്ല. പക്ഷെ മെല്ലെ ടൈം എടുത്തിട്ടായിരിക്കും ഇത് പോവുക. സോ ഓവറോൾ ഒരു നല്ല വാച്ച് തന്നെയായിരുന്നു. ഒരു 6 എപ്പിസോഡുകൾ മാത്രമുള്ള വലിച്ചു നീട്ടാതെ അടുത്ത സീസണുകളിലേക്കൊന്നും പോവാതെ ഒരു പ്രോപ്പറായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സിൻ്റെ അവരുടെ എല്ലാവരും തന്നെ സ്റ്റോറി ലൈൻ പ്രോപ്പറായിട്ട് തീർത്ത് കറക്റ്റായിട്ട് അവർ ആർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു നല്ലൊരു വെസ്റ്റേൺ സീരീസ് ആയിട്ട് തോന്നി. ഈ ഒരു ജോണർ ഇഷ്ടമാണെങ്കിൽ കണ്ടു നോക്കുക. അല്ലാതെ കാണുകയാണെങ്കിലും ഒരു വയലൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു വെസ്റ്റേൺ ജോണേഴ്സ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടപ്പെടും. നെറ്റ്ഫ്ലിക്സിൽ ഇരുന്നതിൻ്റെ എല്ലാ എപ്പിസോഡും ഉണ്ട്. ഐ തിങ്ക് വേറെ സബ്ബോ ഒന്നും ഞാൻ കണ്ടില്ല, ഇംഗ്ലീഷിൽ തന്നെയാണ് കണ്ടത്. സോ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.